ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയാലോ. അപ്പോൾ മൈദയും മുട്ടയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം നമുക്കതിലേക്ക് വേണ്ടത് ഒരു കപ്പ് മൈദയാണ്. ഒരു കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് ഒരു ടീസ്പൂണ് ചാറ്റ് മസാലയാണ് കേട്ടോ. ചാറ്റ് മസാല ചേർത്ത് പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ട, സ്കിപ്പ് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുണ്ടായ വേറെ ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നോക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കില്ലേ, ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയും വേണം. നല്ല സോഫ്റ്റ് ഉണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഹാർഡായി പോവും. അപ്പോൾ അതവിടെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കുമ്പോഴേക്കും അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു പാന് ചൂടാവുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് ചൂടായിട്ട് വരുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നമുക്ക് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറുന്നവരെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം പോകുന്നവരെ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. അത് വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. ഈ ഒരു ഉള്ളിയിലൊക്കെ ഇട്ടിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറുന്ന വരെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെ റോസ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഗ്രേവി ടൈപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ചെറിയ ബോൾസാക്കി മാറ്റാം. അതുപോലെ തന്നെ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ മുട്ട പുഴുങ്ങി വെക്കണം കേട്ടോ. ഞാൻ ഇവിടെ 3 മുട്ട ആദ്യം തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് 6 ബോൾസാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് അങ്ങ് പരത്തിയെടുക്കാം. അതിനു മുമ്പായിട്ട് മുട്ട ഒന്ന് നെടുകെ കീറി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ബൗൾസാക്കി എടുത്തിട്ട് ഓരോ ബൗളും കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പരത്തിയെടുക്കുക. അധികം കട്ടി ഉണ്ടാവരുത്, എന്നാലും അധികം തിന്നും ആവരുത്. ആ രീതിയിൽ വേണം പരത്തി കൊടുക്കാനായിട്ട്. അധികം കട്ടി ഉണ്ടായാലും ഉൾഭാഗമൊന്നും ശരിക്കും ക്ലിയർ ആയിട്ട് വെന്ത് വരില്ല, ഒരു കട്ടിയായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെയായിട്ട് പുഴുങ്ങിയ മുട്ടയുടെ പീസും ചേർത്ത് കൊടുക്കുക. പുഴുങ്ങിയ മുട്ട ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള ആകൃതിയിലൊക്കെ കട്ട് ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ടങ്ങ് സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ബോൾസ് രൂപത്തിലാക്കിയെടുക്കുക. ഇങ്ങനെയെല്ലാം ഒന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. ഇത് പൊരിക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കരുത്. അപ്പോൾ ഉൾഭാഗമൊന്നും കറക്റ്റായിട്ട് കുക്കായിട്ട് വരില്ല, പുറം ഭാഗം പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് 2 സൈഡും ബ്രൗൺ കളർ ആവുന്ന വരെ കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മുട്ട വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. Thank you.